8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. കാളികാവ് നിലമ്പൂർ റൂട്ടിൽ രാത്രികാല ബസ്സുകൾ സർവീസ് നടത്താത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ RTOയ്ക്ക് പരാതി നൽകി. മലയോര ഗ്രാമങ്ങളിലെ പൊതുഗതാഗതത്തിന്റെ അപര്യാപ്തത ദൂരയാത്രക്കാർക്കും രോഗികൾക്കുമാണ് വലിയ ദുരിതമായി മാറിയിരിക്കുന്നത്. കാളികാവ് നിലമ്പൂർ മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായ സാഹചര്യത്തിൽ കാളികാവിൽ നിന്ന് രാത്രി 7 മണിക്ക് ശേഷം ചോക്കാട്, പൂക്കോട്ടുംപാടം, നിലമ്പൂർ ഭാഗത്തേക്ക് ബസ്സുകൾ സർവീസ് നടത്താത്തത് സ്ത്രീകളും കുട്ടികളുമടക്കം ദൂരദേശങ്ങളിൽ നിന്ന് പോലും വരുന്ന യാത്രക്കാരായ നിരവധി പേർക്ക് വീടണയാൻ പ്രയാസം സൃഷ്ടിക്കുകയാണ്. കോഴിക്കോട് നിന്നും 7:05 കാളികാവിലെത്തുന്ന ഹൈഫ ബസ്സാണ് നിലവിൽ കാളികാവിൽ നിന്നും ചോക്കാട്ടേക്ക് സർവീസ് നടത്തുന്ന അവസാന ബസ്. അതിനുശേഷമുള്ള ബസ്സുകൾ നിലമ്പൂർ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നില്ല. മുൻപ് പ്രസ്തുത റൂട്ടിൽ നിരവധി ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. രാത്രി 7:20-നും 7:50-നും 8:20-നും നിലമ്പൂരിലേക്കും 9 മണിക്ക് പൂക്കോട്ടുംപാടത്തേക്കും ബസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമയങ്ങളിൽ സർവീസ് നടത്തിയിരുന്ന പല ബസ്സുകളും ഇപ്പോൾ കാളികാവ് വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. മഞ്ചേരി, കോഴിക്കോട്, പെരിന്തൽമണ്ണ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഉദരംപൊയിൽ, പുല്ലങ്കോട്, സ്രാമ്പിക്കൽ, കേളുനായർപ്പടി, കല്ലാമുല, ചോക്കാട് പ്രദേശത്തുകാർ കാളികാവിനെയാണ് ആശ്രയിക്കുന്നത്. തിരിച്ച് വീട്ടിലേക്ക് വരുന്നവർ രാത്രിയായാൽ കാളികാവിൽ നിന്ന് വീടണയാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. രാത്രികാല ബസ് സർവീസ് ഉണ്ടായിരുന്ന കാലത്ത് നിലമ്പൂരിൽ നിന്ന് രാത്രി 9:30-ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന രാജറാണി യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് RCCയിലേക്കുള്ള രോഗികളടക്കമുള്ള യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു. പ്രസ്തുത റൂട്ടിലെ രാത്രി ബസ്സുകൾ സർവീസ് നടത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ട് ഈ പ്രദേശത്തുകാരുടെ രാത്രിയാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ RTOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. സ്രാമ്പിക്കലിലെ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഏതൊരു നാടിനും ആവശ്യമായ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമാണ് ഒരു മെച്ചപ്പെട്ട പൊതുഗതാഗത സംവിധാനം ആ നാട്ടിലുണ്ടാവുക എന്നുള്ളത്. ആയതിനടിസ്ഥാനത്തിൽ ഇന്നും നമ്മളിൽ പല ആളുകളും സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കൂടി പൊതുഗതാഗത സംവിധാനത്തിൻ്റെ പ്രാധാന്യത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ പൊതുഗതാഗതം സംവിധാനം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിനും കുറവില്ല. ഈ വസ്തുതകൾ നിലനിൽക്കെ രാത്രി 7 മണിക്ക് ശേഷം നിലവിൽ കാളികാവ് നിലമ്പൂർ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായ സാഹചര്യത്തിലും 7 മണിക്ക് ശേഷം കാളികാവിൽ നിന്ന് ചോക്കാട്, പൂക്കോട്ടുംപാടം, നിലമ്പൂർ ഭാഗത്തേക്ക് ബസ്സുകൾ ലഭ്യമല്ലാത്തൊരവസ്ഥയിലാണ് നാട്ടുകാരുള്ളത്. ഇത് സ്ത്രീകളും കുട്ടികളുമടക്കം ദൂരദേശങ്ങളിൽ നിന്ന് പോലും വരുന്ന യാത്രക്കാർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 7 മണിക്ക് ശേഷം ഈ ചോക്കാട് ഭാഗത്തേക്കുള്ള യാത്രക്കാർ ബസ് ലഭ്യമല്ലാതെ നട്ടം തിരിയേണ്ട ഒരു അവസ്ഥയാണ് കാളികാവ് ജംഗ്ഷനിൽ പോയി നമുക്ക് കാണാൻ സാധിക്കുക. ഒരിക്കലെങ്കിലും 7 മണിക്ക് ശേഷമുള്ള ബസ്സുകൾ ലഭ്യമല്ലാതെ മറ്റു ഗതാഗത മാർഗങ്ങളെയും മറ്റു പരിചയക്കാരുടെ വാഹനങ്ങൾക്കൊക്കെ കൈകാണിച്ച് ഇവിടെ വീടണേണ്ട ഒരു സാഹചര്യം നേരിട്ട ആളുകളാണ് ഈ ഭാഗത്തെ ഭൂരിഭാഗം ആളുകളും. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ KSRTC ബസ്സുകളുടെ സർവീസുകൾ വളരെ കുറവായ നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ പൊതുഗതാഗത സംവിധാനത്തിലെ പ്രധാന നട്ടെല്ല് സ്വകാര്യ ബസ്സുകൾ തന്നെയാണെന്നുള്ളത് സംശയമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാത്രി 7 മണിക്ക് ശേഷം കാളികാവിൽ നിന്ന് ചോക്കാട് ഭാഗത്തേക്കുള്ള ബസ്സുകളുടെ സർവീസുകൾ പുനരാരംഭിക്കണമെന്നാണ് ഈ അവസരത്തിൽ. ന്യൂസ് ബ്യൂറോ, കാളികാവ്.